വാർത്തകൾ തുടർന്ന് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വീണ്ടും സ്വർണ്ണപ്പാളികളുടെ പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. സാമ്പിളുകൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി നൽകി. പരിശോധന നടത്തുക മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ. ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിലും അന്വേഷണം. പ്രത്യേക അന്വേഷണത്തിന് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം. പുനർനിർമ്മാണം നടന്നത് 2017 UDF ഭരണസമിതിയുടെ കാലത്ത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം. തീരുമാനം ഇന്ത്യ സഖ്യം യോഗത്തിൽ. നടപടി രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ പ്രതിഷേധം. തുടർഭരണം നല്ലതല്ലെന്ന നിലപാടിൽ ഉറച്ച കവി സച്ചിദാനന്ദൻ. ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി ഭരിക്കുന്നതാണ് ജനാധിപത്യത്തിന് നല്ലത്. പറഞ്ഞത് ബംഗാളിലെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്ന CPIM നൽകിയത് ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന മുന്നറിയിപ്പെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. സച്ചിദാനന്ദൻ പറഞ്ഞത് ജനങ്ങളുടെ പൊതുവികാരമെന്ന VD സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ്. ശിവകുമാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന വിജിലൻസ്. ശിവകുമാറിന്റെ ഡ്രൈവറും അടുപ്പക്കാരനുമായ 2 പേരും അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന കണ്ടെത്തൽ. ഡ്രൈവർ ഷൈജു ഹരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി തേടി. മറ്റുള്ളവർക്കെതിരെ ആദായ നികുതി വകുപ്പ് നടപടിക്കും വിജിലൻസ് ശുപാർശ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് കൂടിയത് 1640 രൂപ. ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ടത് 1,16,480 രൂപ. ഗ്രാമിന് 205 രൂപയും കൂടി. പത്തനംതിട്ട ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. നിരണം സ്വദേശി വരുൺ പിടിയിലായത് ആലുവയിൽ നിന്ന്. 3 പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. ചെന്നൈയിലെ ഹോട്ടലിൽ മലയാളി യുവനടിക്ക് നേരെ അതിക്രമം. കയറിപ്പിടിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരൻ പിടിയിൽ. സംഭവം ചെന്നൈ T നഗറിലെ ഹോട്ടലിൽ. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വീണ്ടും സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി. 2017 ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണം പ്രത്യേക കേസായി അന്വേഷിക്കാനും കോടതി SITക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, വീണ്ടും ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും 2 സുപ്രധാനമായ നിർദ്ദേശങ്ങളാണെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈ അന്വേഷണം ആദ്യം UDFന്റെ ഭരണസമിതിയിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതായത് 2017 ശബരിമലയിലെ ഈ കൊടിമരം അത് പുനർനിർമ്മിച്ചിരുന്നു. ആ പുനർനിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ സംഭാവനയായി ലഭിച്ച സ്വർണത്തിന്റെ അളവടക്കമുള്ള വിഷയങ്ങളിൽ ഇക്കാര്യങ്ങളിൽ വിജിലൻസ് അടക്കം ഒരു അന്വേഷണം നടത്തണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഈ വാജിവാഹന കൈമാറ്റം അടക്കം വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രിക്കാണ് കൈമാറിയത്. തന്ത്രി അത് വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് തന്ത്രി അറസ്റ്റിലായ ഘട്ടത്തിൽ ഈ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഈ വാജിവാഹനം കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ തന്ത്രിക്ക് വാജിവാഹനം കൊടുത്തുവിട്ടത് 2012 ദേവസ്വം ബോർഡ് ഉത്തരവിന്റെ ലംഘനമാണ് എന്നുള്ളൊരു ആരോപണമൊക്കെ അന്ന് ഉയർന്നിരുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്ന് 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ UDFന്റെ ഭരണസമിതിയാണ്. കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ് 2017 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അജയ് തറയിൽ അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. ഈ ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ഇനി ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വീണ്ടും ശബരിമലയിലെ ഈ സ്വർണ്ണ പാളികളുടെ പരിശോധന വീണ്ടും ഒരു സാമ്പിളുകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ
ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ നടത്തിയ 2 പരിശോധനകളിലും ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും പരിശോധന നടത്തണമെന്നൊരു അല്ലെങ്കിൽ ഒരു ആവശ്യം SIT ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. സാമ്പിളുകൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഈ മാസം 12-ന് ആ സാമ്പിളുകൾ ശേഖരിക്കാം. മാത്രമല്ല മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ചിൽ കൊണ്ടുപോയാണ് പരിശോധനയ്ക്ക് ഒരു അനുമതി നൽകിയിരിക്കുന്നത്. നിലവിൽ നേരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയിരുന്നത്. ഇനി അതിൽ നിന്ന് മാറി മുംബൈയിൽ കുറച്ചുകൂടി മികച്ച ഒരു ഏജൻസിയിലേക്ക് മാറ്റി ഈ സാമ്പിളുകളുടെ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഈ പാളികളുടെ കാര്യത്തിൽ ഈ പരിശോധനയുടെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത കുറവ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതിൻ്റെ SIT ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉണ്ടായിട്ടുള്ളത്. ശരി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വീണ്ടും സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാളികളുടെ സാമ്പിളുകൾ ശേഖരിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2017 ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണം പ്രത്യേക കേസായി അന്വേഷിക്കാനും കോടതി SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ഇരു മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണ് നല്ലതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദൻ. ജനാധിപത്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി ഉണ്ടാകണം. ഭരണപക്ഷം പ്രതിപക്ഷത്ത് ഇരിക്കാൻ മറന്നുപോകരുത്. പ്രതിപക്ഷമാണ് ജനഹിതം പ്രതിഫലിപ്പിക്കുന്നത്. തുടർഭരണം പാടില്ലെന്നത് ബംഗാളിലെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. മതേതര പാർട്ടികൾ സാമുദായിക പ്രീണനത്തിന് ശ്രമിക്കരുത്. ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നയാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവിനേക്കാൾ മഹാനാക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരന് ഭൂഷണമല്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. 2 തവണ ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിരിക്കേണ്ട സമയമായി. പ്രതിപക്ഷത്തിരിക്കുന്നത് നല്ലതാണ് പാർട്ടികൾക്കെന്നാണ് എൻ്റെ ഒരു മുമ്പെയുള്ള കാഴ്ചപ്പാട്. കാരണം അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയായാലും ഈ നിരന്തരമായ ഭരണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നല്ലൊരു ആശയമല്ല. ഞാൻ പറഞ്ഞത് ബംഗാളിലെ അനുഭവം കൂടി മനസ്സിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു തകർച്ച ഇടതുപക്ഷത്തിനും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് കൂടുതലായിട്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള തയ്യാറാകണം. തുടർഭരണം പാർട്ടികളെ നശിപ്പിക്കുമെന്ന ഇടത് സഹയാത്രികൻ കൂടിയായ എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ വിമർശനത്തിന് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. സച്ചിദാനന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാകാം, കേഡറുകൾ അടക്കമുള്ളവരെ സ്വാധീനിക്കാം എന്നാവാം അദ്ദേഹം ഉദ്ദേശിച്ചത്. ജയവും തോൽവിയും പാർട്ടിക്ക് അവസാന വാക്കല്ല, ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയാണ് നൽകുന്നത്. സച്ചിദാനന്ദനെ മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഏത് വിമർശനവും CPIM ഉൾക്കൊള്ളും. വിമർശനങ്ങൾ ഉൾക്കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സച്ചിദാനന്ദൻ ബംഗാൾ അനുഭവം ചൂണ്ടിക്കാട്ടി തുടർഭരണത്തെ വിമർശിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തിന്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടെന്നല്ലോ, തുടരണ്ടെന്നുമല്ല.
പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ തോൽവിയാണെന്നോ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ ജയമാണെന്നോ ഞങ്ങൾ ആരും കാണുന്നില്ല സുഹൃത്തെ. ആ ലേഖനം മുഴുവൻ വായിച്ചാൽ നല്ല ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചുമാണ് അദ്ദേഹം സൂചന നൽകിയിട്ടുള്ളത്. ആരായാലും വർഗീയമായ നിലപാട് സ്വീകരിച്ചാൽ ആരോടൊപ്പം നിൽക്കുന്ന ആളായാലും അതിനെ ശക്തിയായിട്ട് വിമർശിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള നിലപാടാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇനിയും തുടരും. തുടർഭരണം പാടില്ലെന്ന കവി സച്ചിദാനന്ദന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിന്റെ പൊതുവികാരമാണ് സച്ചിദാനന്ദൻ പറഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ 3-4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന ആളുകൾ ഈ ഗവൺമെന്റിന് ഒരു തുടർച്ച ഉണ്ടാകരുത്, ഇവർ അധികാരത്തിൽ വരരുത്, ഇവർ ഇടതുപക്ഷമല്ല, ഇവർ ഇടതുപക്ഷത്തിൽ നിന്ന് വഴിമാറിപ്പോയി, ഇവർ തീവ്ര വലതുപക്ഷമായി മാറി എന്നുള്ള നിലപാടുള്ളവരാണ് എന്നത് വളരെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. प्रश्नकाल के बाद श्री मलयारासन डी टेबल ऑफ द हाउस तो निश्चित रूप से अवसर देंगे. ये प्रश्नकाल है. प्रश्नकाल के बाद जब भी माननीय सदस्य चाहेंगे जब उनको बोलने का पूरा अवसर देगा हम अवसर देंगे. को पूर्ण रूप से अवसर दिया जाता है. आप बजट पे चर्चा करें, उस समय अपने विचारों को रखें. चाहते सदन को बाधित करना चाहते हैं, आपको कोई विषय पर चर्चा करनी हो, बातचीत करनी हो. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയ നീക്കവുമായാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷം പോവുകയാണെന്ന് രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ഈ ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധി കരസേനാ മുൻ മേധാവി എം നരവാനയുടെ ആ ഒരു പുസ്തകം ഉയർത്തിക്കൊണ്ടാണ് വന്നത്. അത് സംസാരിക്കാനായി സ്പീക്കർ അനുമതി നൽകിയില്ല. പലതവണ അനുമതി നൽകാത്തതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 8 പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഉടൻ ഇത് സംബന്ധിച്ചുള്ള ഒരു നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകാനാണ് നീക്കം. അതിനുള്ള നടപടികളൊക്കെ തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ പോര് കടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ള കാര്യം എന്ന് പറയുന്നത്, ലോക്സഭ ഇന്നും വളരെ പ്രക്ഷുബ്ധമായി തന്നെയാണ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ അതിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ അല്ലെങ്കിൽ നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തത വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും പ്രതിപക്ഷം നൽകിയിരുന്നു. എന്നാൽ അത് പരിഗണിച്ചില്ല. ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമുണ്ടായത്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ സമാനമായി പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളും ഒക്കെ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ലോക്സഭയിൽ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. മോദിക്കെതിരെയും ട്രംപിനെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. ഏതായാലും ആ പ്രതിഷേധം തുടരുന്നു. അതേസമയം നേരത്തെ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത 8 പ്രതിപക്ഷ എം പിമാർ ഇപ്പോഴും പാർലമെന്റ് കവാടത്തിന് മുന്നിൽ അവരുടെ പ്രതിഷേധ സമരം തുടരുകയും ചെയ്യുകയാണ്. ശരി, ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും ഉണ്ടായിരിക്കുകയാണ്.
ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. നിരണം സ്വദേശി വരുണാണ് പിടിയിലായത്. ആലുവയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇനി 3 പേർ കൂടി കേസിൽ പിടിയിലാകാനുണ്ട്. കേസിൽ ആകെ 6 പ്രതികളാണുള്ളത്. ഇവർ സംസ്ഥാനം വിട്ടതായാണ് വിവരം. പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർ സ്പായിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ്. ഗുണ്ടാപ്പിരിവ് ചോദിച്ച് സ്പായിലെത്തിയ പ്രതികൾ ജീവനക്കാരിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. പ്രതികൾ സംഭവത്തിന് ശേഷം സ്പായിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 1-ാം തീയതി നടന്ന സംഭവത്തിൽ 3-ാം തീയതിയായിരുന്നു പോലീസ് കേസെടുത്തത്. കൊല്ലംപുത്തൂരിൽ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജോത്സ്യൻ പിടിയിലായി. വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു ആണ് പിടിയിലായത്. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ ജോത്സ്യൻ എന്തായാലും പിടിയിലായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊല്ലം പുത്തൂരിൽ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ രാജൻ, അതായത് മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു പിടിയിലായിരിക്കുന്നത്. പുത്തൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ മുരാരി തന്ത്രി പിടിയിലായിരിക്കുന്നത്. ഇയാൾ, അതായത് ബാധ ഒഴിപ്പിക്കാൻ അമ്മയ്ക്കൊപ്പം എത്തിയ കുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോയി കടന്നു പിടിക്കുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടി നിലവിളിച്ച് പുറത്തേക്ക് ഓടിയതോടെ നാട്ടുകാരൊക്കെ തന്നെ ഓടിയെത്തിയെങ്കിലും ഇയാൾ പിൻവാതിലിലൂടെ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇയാൾക്കായിട്ടുള്ള അന്വേഷണമൊക്കെ പോലീസ് ഊർജിതമാക്കിയിരുന്നു. കുട്ടി നൽകിയ പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഈ റീൽസിലൊക്കെ തന്നെ, സമൂഹ മാധ്യമങ്ങളിൽ റീൽസിലൂടെയൊക്കെ തന്നെ വളരെ വൈറലായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു. എന്തായാലും ഇപ്പോൾ ഈ ഒരു 16 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായിട്ടുള്ള മുരാരി തന്ത്രിനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇയാൾ എന്തായാലും കേസിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമൊക്കെ പോലീസ് ഊർജിതമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കൊല്ലം പുത്തൂരിൽ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജോത്സ്യനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു ആണ് പിടിയിലായിരിക്കുന്നത്. അഞ്ജു ആണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ബിനാലെ കലാകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം. തായ്വാൻ സ്വദേശിനിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ഇവരുടെ പരാതിയിൽ മുംബൈ സ്വദേശിക്കെതിരെ കേസെടുത്തു. തായ്വാനിൽ എത്തിയ ശേഷം യുവതി ഇമെയിൽ വഴി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. ഇനി നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,560 രൂപ, പവന് 1,16,480 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,035 രൂപ, പവന് 96,280 രൂപ. വെള്ളി ഗ്രാമിന് സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ്. ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ശിവകുമാറിന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു വി.എസ്. ശിവകുമാർ. കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള വി.എസ്. ശിവകുമാർ ഈ കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം ബിനാമിയിലൂടെ ശിവകുമാർ നേടിയെടുത്തു എന്നും ഇക്കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുമാണ് കേസുണ്ടായിരുന്നത്. 2020 ഈ കേസിൽ വി.എസ്. ശിവകുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഈ കേസിലാണ് വിജിലൻസ് അന്വേഷണത്തെ തുടർന്ന് ഇപ്പോൾ ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വി.എസ്. ശിവകുമാർ ഇക്കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നുള്ള ഒരു വിവരം നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ വി.എസ്. ശിവകുമാറിന്റെ ഡ്രൈവറായിരുന്ന ഷൈജു ഹരൻ, ഒപ്പം തന്നെ ഷൈജു പി ഹരൻ, കൂടാതെ ഈ അടുപ്പക്കാരായിട്ടുള്ള രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് ഹരികുമാർ, വി.എസ്. ശിവകുമാറിന്റെ അടുപ്പക്കാരായിട്ടുള്ള രാജേന്ദ്രൻ, ഹരികുമാർ എന്നിവർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ ഷൈജു പി ഹരൻ വി.എസ്. ശിവകുമാറിന്റെ ഡ്രൈവറായിരുന്നു. ആ ഒരു സാഹചര്യം എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ ഡ്രൈവർ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സർക്കാരിന്റെ ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ ഷൈജു പി ഹരനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാർ അനുമതി ആവശ്യമാണ്. വിജിലൻസ് ഈ റിപ്പോർട്ടിൽ സർക്കാരിന്റെ അനുമതി കൂടി, ഈ ഷൈജു പി ഹരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൂടി തേടിയിട്ടുണ്ട്. കൂടാതെ മറ്റ് രണ്ടുപേർ, ഈ നേരത്തെ പറഞ്ഞതുപോലെ രാജേന്ദ്രൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഹരികുമാർ എന്നിവർക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിനും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം വി.എസ്. ശിവകുമാറിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഈ ഒരു ഘട്ടത്തിൽ ക്ലീൻ ചിറ്റ് ലഭിച്ചു എന്നുള്ളത്. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് സർക്കാരിലേക്ക് പോയി എന്നുള്ളത് വി.എസ്. ശിവകുമാറിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസമാണ്. ശരി, അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി.എസ്. ശിവകുമാറിന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നത്. ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. റിയാസ് കെ.എം.ആർ ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡുകൾ. കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനമില്ലെന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. പയ്യന്നൂർ കാരയിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കാരയിലെ സഖാക്കൾ എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രതിനിധികൾ ഇന്ന് മാധ്യമങ്ങളെ കാണും. കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് കാര്യങ്ങൾ വിശദീകരിക്കും. വൈകിട്ട് 4 മണിക്ക് കൊച്ചിയിലാണ് വാർത്താ സമ്മേളനം. നേരത്തെ റോയിയുടെ മരണത്തിന് പിന്നാലെ കമ്പനി പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മാറ്റിവെച്ചിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 1640 രൂപ വർദ്ധിച്ച് 1,16,480 രൂപയായി. ഗ്രാമിന് 205 രൂപയാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,560 രൂപയായി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവ ആക്രമണം. മറയൂർ റോഡിൽ കടുവ പശുക്കളെ ആക്രമിച്ചു. കാപ്പി സ്റ്റോറിൽ ആണ് 2 പശുക്കളെ കടുവ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഒരു പശു ചത്തു. സമുദ്രപാണ്ഡ്യയുടെ പശുവാണ് കൊല്ലപ്പെട്ടത്. മുൻപും ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല എന്നതാണ് തൊഴിലാളികൾ പറയുന്നത്. മാട് വെച്ചിട്ട് അവനോട് ജീവിതം നടന്നിട്ടില്ലേ? மாடுக்கு அவனும் மாடு அடிச்சுனா காலோட நரம்பு போச்சு, பின்னாடி கழுத்தில் பிடிச்சிருக்கு. இந்த மாடு அடிச்சுனா நம்ம சமுத்திரப்பாடு சாமிக்கிற மாடு அதை தின்னுருச்சு. அவருக்கு மாடு ஏற்கனவே போன மாதத்தில் ஒரு காலை மாடு அடிச்சு அதையும் ஃபுல்லாக தின்னு முடிச்சிருச்சு. இந்த மாடுல காரியத்தை வச்சு எங்களுக்கு ஜீவதானம் போய்கிட்டு இருக்கு. பிள்ளைய படிக்க வைக்கிறதுலேருந்து எல்லா காரியமும் இது தக்க நடவடிக்கையாக வந்து போரஸ்ட்ல இருந்து மணி 10 ஆச்சு தவிர போசாரங்க யாரும் எத்தலை. DFO இல்லை இங்கே உள்ள பக்கத்தில் உள்ள ரேஞ்சரோ இல்லை போர்ஸ்டாரோ காடோ வாசல் இதுவரை யாரும் வரல. யாரும் வந்து வரல. அதனால தக்க நடவடிக்கை நாங்கள் இந்த பசியை கொண்டு போட்டு நாங்கள் ரோட்டில் இட்டு தர்ணா செய்யறதுக்கு தயாராக இருக்கோம். இது ஜில்லா கலெக்டர் தொட்டு நம்மளுடைய சகாக்கள் எல்லாரும் வந்து பார்க்கணும். இதை
തുടർ ഭരണം വന്നാൽ പാവപ്പെട്ട എന്ന പ്രയോഗം മലയാള ഭാഷയിൽ ഉണ്ടാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ. വികസിത രാജ്യങ്ങളിലെ വളർച്ച ഓരോരുത്തർക്കും ലഭ്യമാകുന്ന വിധം എത്തിക്കും. പാവങ്ങൾ എന്ന പ്രയോഗം ഇല്ലാത്ത വിധം അത്തരത്തിലൊരു നാടായി കേരളത്തെ മാറ്റുമെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങൾ തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും. എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ മേലെ ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ്. പാവങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു നാടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉന്നം. ചെന്നൈയിലെ ഹോട്ടലിൽ മലയാളി യുവനടിയെ കയറി പിടിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരൻ പിടിയിൽ. തമിഴ്നാട് നാഗപട്ടണം സ്വദേശി സയ്യിദ് അഫ്രീദിയാണ് പിടിയിലായത്. വെള്ളിയാഴ്ച രാത്രി ചെന്നൈ ടി നഗറിലെ ഹോട്ടലിലാണ് സംഭവം. മുറിയിലെ ഫോൺ നന്നാക്കാനെത്തിയ സയ്യിദ് അഫ്രീദി മുറിയിൽ എത്തുകയായിരുന്നു. ഇതിനിടെ നടിയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹോട്ടലിലെ പാർട്ട് ടൈം ജോലിക്കാരനാണ് വിദ്യാർത്ഥിയായ സയ്യിദ് അഫ്രീദി. കൊല്ലം കൊട്ടിയത്ത് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തില്ല എന്ന വൈരാഗ്യത്തിൽ സഹോദരങ്ങളെ ക്രൂരമായി ആക്രമിച്ച തഴുത്തല സ്വദേശി രഞ്ജിത്തിനെ കൊട്ടിയം പോലീസ് പിടികൂടി. പുതുച്ചിറ സ്വദേശികളായ സഹോദരങ്ങളായ അഖിൽ, അക്ഷയ് എന്നിവരെയാണ് രഞ്ജിത്ത് ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് രഞ്ജിത്ത് വീഡിയോ എടുപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളുടെ രക്ഷിതാക്കൾ പോലീസിന് പരാതി നൽകി. രഞ്ജിത്ത് നേരത്തെയും കാപ്പ കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. CI പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റൊരു വാർത്തയിലേക്കാണ്. എറണാകുളം മൂവാറ്റുപുഴയിൽ മുൻ MLA ജോസഫ് വാഴക്കന് അനുകൂലമായി പോസ്റ്റർ. ജോസഫ് വാഴക്കനെ വിളിക്കൂ, മൂവാറ്റുപുഴയെ രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററിലും ഫ്ലെക്സുകളിലും എഴുതിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പോത്താനിക്കാട്, പറമ്പൻചേരി, കുളിന്താനം എന്നിവിടങ്ങളിലാണ് പോസ്റ്ററുകൾ വ്യാപകമായി പതിച്ചിരിക്കുന്നത്. നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കെ ജോസഫ് വാഴക്കനായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുന്നോട്ടിറങ്ങിയതാണോ അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ രാഷ്ട്രീയം ലക്ഷ്യത്തിനായി പതിച്ചതാണോ ഇതെന്ന് വ്യക്തമല്ല. മൂവാറ്റുപുഴയിലാണ് മുൻ MLA ജോസഫ് വാഴക്കൻ അനുകൂലമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ജോസഫ് വാഴക്കനെ വിളിക്കൂ, മൂവാറ്റുപുഴയെ രക്ഷിക്കൂ എന്നാണ് ഈ പോസ്റ്ററുകളിലും ഫ്ലെക്സുകളിലും എല്ലാം എഴുതിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കെ ജോസഫ് വാഴക്കനായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുന്നോട്ടിറങ്ങിയതാണോ അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി പതിച്ചതാണോ ഇതെന്ന കാര്യത്തിൽ വ്യക്തമല്ല. ഏതായാലും പോത്താനിക്കാട്, പറമ്പൻചേരി, കുളിന്താനം എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ജോസഫ് വാഴക്കനെ വിളിക്കൂ, മൂവാറ്റുപുഴയെ രക്ഷിക്കൂ എന്നതാണ് പോസ്റ്ററുകളിലും ഫ്ലെക്സുകളിലും എഴുതിയിരിക്കുന്നത്. എറണാകുളം മൂവാറ്റുപുഴയിലാണ് മുൻ MLA ആയ ജോസഫ് വാഴക്കന് അനുകൂലമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.
UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് വലിയ ചർച്ചയാക്കി മാറ്റുകയാണ് CPIM. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിരോധത്തിലായ CPIM മേഖലാ ജാഥകളിലും ഈ വിഷയം ചർച്ചയാക്കുകയാണ്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദം ചോദിച്ചറിയുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് MPയെ SIT വിളിച്ചു വരുത്തിയതോടെ CPIMന് വലിയ തരത്തിൽ ഒരു പ്രതിരോധം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളഞ്ഞിട്ടുള്ള ആക്രമണമായിരുന്നു CPIM നേരിട്ടിരുന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ. എന്തായാലും SITയുടെ മുന്നിൽ 2.5 മണിക്കൂർ സമയമാണ് ചോദ്യം ചെയ്യലിന് അടൂർ പ്രകാശ് വിധേയനായത്. എന്തൊക്കെ ചോദ്യം ചെയ്തു എന്ന് ചോദിച്ചത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും ഉണ്ണികൃഷ്ണ പോറ്റിയെ പരിചയമുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള യാത്രകൾ, അങ്ങനെ തുടങ്ങി നിരവധിയായ ചോദ്യങ്ങൾ SIT ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെ CPIM വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിവിടുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനറും തമ്മിൽ വലിയ തരത്തിലുള്ള ബന്ധമുണ്ടെന്നും ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിൽ എത്തിയത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതേസമയം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ രോഷാകുലനാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റു തരത്തിലുള്ള ഒരു ഇടപാടുകളും ഇല്ല. സ്വർണ്ണക്കൊള്ളക്കാരനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ അദ്ദേഹവുമായി ഒരു വിധത്തിലെ സൗഹൃദം ഉണ്ടാക്കില്ലായിരുന്നുവെന്നുമൊക്കെ അടൂർ പ്രകാശ് MP പറയുന്നുണ്ട്. ആദ്യമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് പുളിമാത്ത് എന്ന് പറയുന്നത്, അതായത് കിളിമാനൂരിലെ പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലം തൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ കാണുവാൻ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബത്തെ കാണുവാനും മറ്റും ഒക്കെ പോയി എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ SITയുടെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ അടൂർ പ്രകാശ് വെളിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 2.5 മണിക്കൂർ കൊണ്ട് ആ ചോദ്യം ചെയ്യലിൽ നിന്നും SIT പ്രധാനമായും ചോദിച്ചറിഞ്ഞതായി പറയപ്പെടുന്ന വിവരങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിലെത്തിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കാണാൻ അവസരം എങ്ങനെയുണ്ടായി, ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്താൻ SIT ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയാകട്ടെ മറിച്ചൊന്നും പറയുന്നതുമില്ല. അതായത് UDF കൺവീനർ അടൂർ പ്രകാശുമായി കാര്യമായ തരത്തിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നതുമില്ല. അതേസമയം അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആന്റണിയും വലിയ തരത്തിൽ കുരുക്കിലായിരിക്കുന്നത്. കാരണം കോൺഗ്രസിലെ 2 നേതാക്കന്മാർ, പ്രത്യേകിച്ചും 2 MPമാർ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ഇരുവർക്കും ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് CPIM ഉയർത്തിയിരുന്നത്. കാരണം ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയപ്പോഴേക്കും 2 നേതാക്കന്മാരും ഡൽഹിയിലുണ്ടായിരുന്നു. അതിൽ അടൂർ പ്രകാശിനെ കൃത്യമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നാണ് SITയും പറയുന്നത്. പക്ഷേ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെയായും ചോദ്യം ചെയ്തിട്ടില്ല. MP ആണ്. അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിൽ എത്തിയിരുന്നു. പക്ഷേ ഇവിടെ ആന്റണിക്ക് പിടിവീണിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. കാരണം ഇതിനകത്ത് ഒരു സ്വകാര്യ ധനമിടപാട് സ്ഥാപനം കൂടി എത്തിയിരിക്കുന്നു. അതായത് നെടുമ്പറമ്പിൽ ഫിനാൻഷ്യൽ ഏജൻസീസ് എന്ന് പറയുന്ന തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടി ഇതിൽ എത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ആന്റണി 2 കോടി രൂപ തെരഞ്ഞെടുപ്പിനായി ഇവരുടെ കൈവശത്തു നിന്നും വാങ്ങിയെടുത്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞു. ആ ആരോപണങ്ങൾ കൂടി നിലനിൽക്കുമ്പോൾ ഇത് പറയാൻ കാരണം മറ്റൊരു ആരോപണമുണ്ട്. നെടുമ്പറമ്പിൽ ഫിനാൻസുമായി തന്ത്രി കണ്ഠർ രാജീവർക്ക് ചില ബന്ധമുണ്ടായിരുന്നു, ചില നിക്ഷേപങ്ങൾ അവിടെ നടത്തിയിരുന്നു എന്നുള്ളത് അതിൻ്റെ ഉടമയായ രാജു തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ബന്ധം ഇല്ല എന്ന്. പക്ഷേ അവിടെ ചെറിയ ഒരു പണി കൂടി ആർക്ക് കൊടുത്തിരിക്കുന്നു? ആന്റണി MPക്ക് കൊടുത്തിരിക്കുന്നു. ആന്റണി MP താനുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഒരു വലിയ തരത്തിലുള്ള പ്രതിരോധം തീർക്കാൻ CPIMന് അവസരം കിട്ടിയിരിക്കുന്നു, പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ആന്റണി MPയും അടൂർ പ്രകാശും ഒരുമിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഡൽഹിയിലെത്തിയത്. ഇരുവരെയും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന്
ഏറെ നാളായി CPIM-ന്റെ നേതാക്കന്മാർ പറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്തത്. ഇനിയുള്ള പ്രധാന പ്രശ്നം ആന്റണിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം ED-ക്ക് മുന്നിലും ഹാജരാക്കണം. കാരണം എന്താണ്? ഈ നെടുമ്പറമ്പിൽ ഏജൻസീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ രാജുവിന്റെ ആരോപണം, അതായത് 2 കോടി രൂപ വാങ്ങിയെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. മാത്രമല്ല രാജു ED-യുടെ ചോദ്യമുനകൾക്ക് മുന്നിലാണ്. രാജുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി വരുന്നു. അത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നേരിടുന്ന ഒരാളിൽ നിന്നും പൈസ കടം വാങ്ങിച്ചിരിക്കുന്ന ആന്റണിയെ എന്തായാലും ചോദ്യം ചെയ്യാതെ ED മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ രണ്ടർത്ഥത്തിൽ SIT-യുടെ ചോദ്യം ചെയ്യലിന് മുന്നിലേക്കും ഒപ്പം ED-യുടെ ചോദ്യം ചെയ്യലിന് മുന്നിലേക്കും ഇപ്പോൾ ആന്റണിയും എത്തിച്ചേരേണ്ടി വരുന്നു. ഇതിൽ ഒരു കാര്യം പറഞ്ഞു വെക്കേണ്ടത്, രാഷ്ട്രീയപരമായി ഇപ്പോൾ ഇടതു മുന്നണിക്ക് പ്രത്യേകിച്ച് CPIM-ന് ഒരു പിടിവള്ളി കിട്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസിലെ 2 നേതാക്കന്മാർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ മുന്നിൽ എത്തപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ SIT ചോദ്യം ചെയ്തിരിക്കുന്നു, ഒരാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ, കാരണം കേരളത്തിൽ UDF-ന്റെ ജാഥയിലെ എല്ലായിടത്തും ഒരേ സ്വരത്തിൽ UDF നേതാക്കന്മാർ ഉന്നയിക്കുന്നത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും CPIM-ന്റെ പങ്കുമൊക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ CPM-ന് ഒരു ചെറിയ ആയുധം എന്നോണം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് UDF കൺവീനറെ ചോദ്യം ചെയ്ത വിഷയവും ഒപ്പം ആന്റണി MP-യുമായുള്ള സാമ്പത്തിക ഇടപാടുകളും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണെങ്കിൽ തന്നെയും ഇവിടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങൾ ഉയർത്തുവാൻ CPIM-ന് ഒരു പിടിവള്ളി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ 19-കാരനെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. അനിൽ ജോസാണ് മരിച്ചത്. തുടർച്ചയായി ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരോണിന്റെ ഫോൺ 2 ദിവസമായി തകരാറിലായിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയത് എന്നതാണ് വിവരം. പത്തനംതിട്ട തിരുവല്ലയിലാണ് 19-കാരനെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. അനിൽ ജോസാണ് മരിച്ചത്. തുടർച്ചയായി ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരോണിന്റെ ഫോൺ 2 ദിവസമായി തകരാറിലായിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയത് എന്നതാണ് വിവരം. തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസിൽ മദ്യപാനിയുടെ പരാക്രമം. ടിക്കറ്റ് ഇല്ലാത്തത് ചോദ്യം ചെയ്ത TTE കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സംഭവത്തിൽ മട്ടാഞ്ചേരി സ്വദേശി ഷാഹിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രെയിൻ ആലപ്പുഴ തുറവൂരിലെത്തിയപ്പോഴായിരുന്നു സംഭവം. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. കസ്റ്റഡിയിലെടുക്കാനെത്തിയ റെയിൽവേ പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. മൂവാറ്റുപുഴ പിഴക്കാപ്പിള്ളിയിൽ അതിഥി തൊഴിലാളി കുത്തേറ്റു മരിച്ചു. ഒഡീഷ സ്വദേശി രാകേഷ് ബെഹ്റയാണ് മരിച്ചത്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാർത്തകൾ തുടർന്നു. മലപ്പുറം മീനടത്തൂരിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏകദേശം 30 മുതൽ 40 വരെ വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിൻ്റേതാണ് മൃതദേഹം. TDRF വളണ്ടിയർമാരുടെ സഹായത്തോടെ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജമ്മുവിലെ കിഷ്ത്വാറിൽ ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായി. സംശയാസ്പദമായ ചില നീക്കങ്ങൾ കണ്ടതിനെ തുടർന്നായിരുന്നു നടപടി. ജയ്ഷെ ഭീകരരുടെ സംഘവുമായി ആണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മേഖലയിൽ കുറച്ചു നാളുകളിലായി ഭീകരവിരുദ്ധ നടപടികൾ നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ തലമുറയുടെ പിന്തുണ ഇക്കുറി LDF-ന് അനുകൂലമാകുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് യുവജന വിഭാഗമായ ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ റോബിൻ P. മാത്യു. പാർട്ടി മധ്യ തിരുവിതാംകൂറിൽ വിജയിക്കുമെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു.
സംസ്ഥാനം മറ്റൊരു തിരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിലേക്ക് ഉണർന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ, അതായത് CPM-ഉം കോൺഗ്രസും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ ജാഥകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. LDF-ന്റെ വികസന മുന്നേറ്റ യാത്ര പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലും ആരംഭിച്ചിട്ടുണ്ട്. ഈ വേളയിലാണ് LDF-ന്റെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നായ കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ യൂത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും ഹൈപ്പവർ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ റോബിൻ നമ്മളോടൊപ്പം ചേരുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ആതുര ശുശ്രൂഷ മേഖലയിലുള്ള ഡോക്ടർമാർക്ക് എന്താണ് കാര്യമെന്നുള്ള ഒരു ചോദ്യം പ്രേക്ഷകർക്കുണ്ടാകും. പക്ഷേ അതിനൊരു ഉത്തരമാണ് ഡോക്ടർ റോബിൻ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടറെ, എങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നും ഈ ചികിത്സയ്ക്കിടയിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഒരു സമയം കണ്ടെത്തുന്നത്? ഡോക്ടറെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയിട്ട്. ഞാൻ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. കൂടാതെ പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗവും കൂടിയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 കേരള കോൺഗ്രസ് വിഭാഗത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഡോക്ടർ KC ജോസഫ് ചെയർമാനായിട്ടുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നാടിൻ്റെ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമേ ആയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ സ്ഥിരമായി കാണുന്നത് തന്നെ അവരുടെ ജീവിത പ്രശ്നവും അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടുതലും അവരിന്ന് ക്ലേശം അനുഭവിക്കുന്നത് ഈ അവരുടെ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകൾ കൊണ്ട് തന്നെയാണ്. ഇത്തരം വേദനകളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിനൊക്കെ ഒരു പരിഹാരം ശാരീരികമായിട്ട് മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടുള്ള എല്ലാ ഉന്മേഷവും അവർക്ക് വേണ്ട പിന്തുണയും നൽകുവാൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ നമ്മുടെ തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഷാർജയിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഡോക്ടറോടൊപ്പം തന്നെ സമാന ചിന്താഗതിക്കാരുള്ള 2-3 ഡോക്ടർമാരുമായിട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്, അതായത് ക്ലിനിക്ക് അവിടെ. അപ്പോൾ പ്രത്യേകിച്ച് അപ്പം കേരളത്തിൽ മാത്രമല്ല വെളിയിലായപ്പോഴും തന്നെ സ്വന്തം സംരംഭത്തിൽ കൂടിയാണ്. അപ്പം മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ താല്പര്യം കാണുമോ ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ? കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എത്രയധികം വികസനങ്ങൾ, എത്രയധികം ചെറുപ്പക്കാർക്ക് അവരുടെ മേഖലകളിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള സ്റ്റാർട്ടപ്പ് രംഗങ്ങളിലൂടെ ഒട്ടനവധി അവസരങ്ങളാണ് നൽകുന്നത്. ആ അവസരങ്ങൾ തീർച്ചയായിട്ടും വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരുപാട് പ്രയോജനകരമാകുന്ന രീതിയിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുകൂടി സാധ്യമാകുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ, പിന്നെ പ്രത്യേകിച്ച് ഡോക്ടർ തിരുവല്ലയിലാണ്, റാന്നിയാണ് സ്വദേശം. ഡോക്ടർ ഉൾപ്പെടുന്ന ഈ അതായത് ഒരു മൈഗ്രേഷൻ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. കാരണം പുതുതലമുറയ്ക്ക് രാഷ്ട്രീയമൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നു. ഡോക്ടറുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും മൈഗ്രേഷൻ എന്ന് പറയുന്നത് കുടിയേറ്റം നമ്മൾ പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിന് ആളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തുടങ്ങിയ ഒന്നല്ല. പണ്ട് കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്നും ആളുകൾ കുടിയേറ്റം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കായിരുന്നുവെങ്കിൽ അതൊരു 1970-കളിലൊക്കെ ആയി സംഭവിച്ചു വന്നപ്പോഴത്തേക്ക് വിദേശത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടിയും അവരുടെ ഉപാധികൾക്ക് വേണ്ടിയും ജീവന ഉപാധി മാർഗങ്ങൾക്ക് വേണ്ടിയും ഇന്ന് UK, കാനഡ, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. അത് ഒരു പരിധിവരെ നമ്മളുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ പുതിയ ബഡ്ജറ്റിൽ വിദ്യാർത്ഥികൾക്ക് പോലും ഇൻഷുറൻസ്
ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ അവരുടെ പഠനം ഇവിടെ തന്നെ പൂർത്തീകരിച്ച് അവർക്ക് കാലോചിതമായ അവർക്ക് അവസരം ലഭിക്കുന്ന രീതിയിലുള്ള നല്ല ജോലികൾ കൂടിയുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾ അവരുടെ എല്ലാ തരത്തിലുള്ള അവരുടെ കായികവും അവരുടെ ബുദ്ധിപരമായ അവരുടെ എല്ലാ കഴിവുകളും നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മൈഗ്രേഷന് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും പുതിയ തലമുറ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ബോധത്തെയും രാഷ്ട്രബോധത്തെയും വലിയ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് കാണുന്നതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മറ്റേ സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് വിവിധ സംഘടനകളുണ്ട്. ആ സംഘടനകളിൽ പെട്ടവരാരും പൊതു രാഷ്ട്രീയത്തേക്ക് വരുന്നില്ല. അങ്ങനെ വരുന്ന ഒരു അവസരത്തിലാണ് മറ്റുള്ളവർക്കെല്ലാം അതിശയം തരുന്ന തരത്തിലേക്ക് ഡോക്ടർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ യൂത്തിൻ്റെ ഒരു ഭാഗമാകുന്നത്. ഡോക്ടറിൻ്റെ ഈ പദവി ഏറ്റെടുക്കുമ്പോൾ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്തുകൂടിയായിരിക്കും? തീർച്ചയായിട്ടും ഡോക്ടർമാരെന്ന് പറയുന്നത് സമൂഹത്തിലെ ഒട്ടനവധി ആളുകളുടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയും രാഷ്ട്രീയ ബോധത്തോടും രാഷ്ട്രബോധത്തോടും കൂടി ജനങ്ങളുടെ പ്രശ്നങ്ങളെ കാണുവാനും അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകുവാനും ഡോക്ടർമാർ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പല ഡോക്ടർമാരും രാഷ്ട്രീയത്തിൽ നേരത്തെയും പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ തന്നെ ഡോക്ടർ KC ജോസഫ്, അദ്ദേഹം പേരാമ്പ്രയിൽ നിന്ന് ആദ്യമായിട്ട് കേരള നിയമസഭയിൽ വരുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കി യൂത്ത് ഫ്രണ്ടിന്റെ അവിടുത്തെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുകയാണ് ആദ്യമായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നതും നിയമസഭാ അംഗമാവുന്നതും. ഇനിയും ഈ ഡോക്ടർമാരായിട്ടുള്ളവരും വിവിധ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും പൊതുരംഗത്തേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒക്കെ അവസാനമായിട്ട് മധ്യ തിരുവിതാംകൂറിലെ ഏറെ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അത് ജോസഫ് ആയിക്കോട്ടെ, ഇപ്പം മാണി ആയിക്കോട്ടെ, കേരള ജനാധിപത്യ കേരള കോൺഗ്രസ് ആയിക്കോട്ടെ, അങ്ങനെ അവിടത്തേക്കൊരു അവസരം യുവത്വത്തിൻ്റെ പേരിൽ പാർട്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രാഷ്ട്രീയത്തെ കാണുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി? തീർച്ചയായിട്ടും ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മധ്യ തിരുവിതാംകൂറിൽ വ്യക്തമായ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾക്ക് അപ്പുറമായിട്ട് മത്സരിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ട് നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും മൂന്നാമതൊരു തവണ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നണിക്ക് അനുകൂലമായ എല്ലാ നിലപാടുകളും സ്വീകരിച്ച് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സാരഥികളെയും വിജയിപ്പിക്കുവാൻ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ വ്യക്തമായ വേരോട്ടമുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഒട്ടേറെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയിട്ടുള്ള പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. ആ പാർട്ടിയിൽ യുവത്വത്തിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ ഡോക്ടറെ പോലെയുള്ള പുതുമുഖങ്ങൾ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിൽ സ്ഥാനാർത്ഥിയായിട്ട് വരട്ടെ. അവർ തന്നെ നേതൃത്വത്തിൽ വരികയാണെങ്കിൽ ജനങ്ങൾക്ക് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുമെന്നാണ്. അതിനോടൊപ്പം തന്നെ തുടർച്ചയായി മൂന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് ഡോക്ടർ അറിയിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ. ഭിന്നശേഷി കുട്ടികൾക്കായി ഒരു ആകാശയാത്ര ഒരുക്കി ICL ഫിൻകോപ്പ്. തൃശൂർ അരണാട്ടുകരയിൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള URCയിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായാണ് വിമാനയാത്ര സംഘടിപ്പിച്ചത്. ICL ടൂർ ആൻഡ് ട്രാവൽസ് വഴി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് വിമാനയാത്ര ഒരുക്കിയത്. 10 കുട്ടികളും 5 ടീച്ചർമാരുമാണ് യാത്രയുടെ ഭാഗമായത്. തിരുവനന്തപുരത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച ശേഷം തൃശൂരിലേക്ക് ട്രെയിൻ മാർഗമാണ് തിരിച്ചെത്തിയത്. ഉത്തരവാദിത്തമുള്ള ഒരു വിജ്ഞാന സമൂഹത്തെ വാർത്തെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ബിരുദ പഠനകാലം മുതൽ തന്നെ ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് എക്സ്പോ. ഈ മാസം 11-ന് കോൺഫറൻസും എക്സ്പോയും അവസാനിക്കും. സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായിരിക്കും.
ഇടുക്കി മൂന്നാറിൽ മദപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുന്നു. കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റിലെത്തിയ കാട്ടുകൊമ്പൻ തോട്ടം തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. പടയപ്പയെ കൂടാതെ മൂന്നാർ മേഖലയിൽ വിഹരിക്കുന്ന 3ഓളം കാട്ടുകൊമ്പന്മാരും മദപ്പാടിലാണ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിരസാന്നിധ്യമായ കാട്ടുകൊമ്പൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മദപ്പാടിലാണുള്ളത്. മദപ്പാടിലുള്ള കാട്ടാന ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ സ്വൈര്യവിഹാരം നടത്തുന്നതാണ് ആളുകളെയും വനവകുപ്പിനെയും ഒരുപോലെ വലയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റിലെത്തിയ കാട്ടുകൊമ്പൻ തോട്ടം തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഇതോടെ തൊഴിലാളികൾ ഭയന്നോടി. ലോക്കാട് മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കടകൾ തകർത്ത് നാശനഷ്ടമുണ്ടാക്കി. படையப்பா வர கடையை உடைக்குது, ஃபாரஸ்ட்டுக்காரங்க வராங்க, பாக்குறாங்க, போட்டோ எடுக்கிறாங்க, வீடியோ எடுக்கிறாங்க, போயிடுறாங்க. எங்களோட செலவு எதுவுமே அவங்க கொடுக்கறதும் கிடையாது, கேட்டுக்கிறதும் கிடையாது. எவ்வளவு நஷ்டம் வந்தாலும் நாங்க மட்டும்தான் இந்த நஷ்டத்தை பாத்துக்கிறோமே ஒழிஞ்சு ஃபாரஸ்ட்ல இருந்து எங்களுக்கு எதுவுமே கிடையவும் செய்யாது. ஒரு தடவை உடைச்சி இப்ப செலவு பண்ணி இப்ப இந்த கடையை தொடங்கி இப்ப 2 வாரம் தான் ஆகுது. பழையபடிக்கும் படையப்பா இந்த உடைச்சு வச்சிருக்கு. இதை வச்சுதான் குடும்பத்தை பாக்குறது, பிள்ளைகளை படிக்க வைக்கிறதுன்னு சொல்லிட்டு எல்லா காரியமும் எங்களோட தேவைகள் மொத்தமே இதுலதான் போகுது. எங்களோட வாழ்க்கை கடைசி வரை இப்படித்தான் போகுமா? இதுக்கு ஒரு முடிவே கிடையாதா? വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും കാട്ടാനയെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. വിനോദസഞ്ചാരികളോടും ആളുകളോടും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും വനവകുപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും മദപ്പാടിന്റെ കാലയളവിൽ പടയപ്പ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നു. പടയപ്പയെ കൂടാതെ 3ഓളം കാട്ടുകൊമ്പന്മാർ മദപ്പാടിലെന്നാണ് വനവകുപ്പ് നൽകുന്ന വിവരം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് മുരുങ്ങംപുറയിൽ ബൈക്കും ടിപ്പറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 27-കാരൻ മരിച്ചു. കളരിക്കണ്ടി സ്വദേശി അനുരാജാണ് മരിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഡൽഹിയിലെ വികാസ്പൂരിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ച് 25-കാരൻ മരിച്ചു. ഹരിയാന സ്വദേശി സുനിലാണ് മരിച്ചത്. പുലർച്ചെയോടെയായിരുന്നു അപകടമുണ്ടായത്. കൊതുകിനെ ഓടിക്കാനുള്ള തിരി കത്തിച്ചു വെച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലയോര ഹൈവേയുടെ ഭാഗമായ ഇടുക്കി എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ സംസ്ഥാന സർക്കാരും MLAയും നടത്തിയിട്ടുണ്ടെന്ന് CPIM നേതൃത്വം. ഫണ്ട് അനുവദിക്കാൻ സാധിക്കുമെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിയുമെന്നും റോഡിന്റെ പേരിൽ നടത്തുന്ന സമരങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടാണെന്നും CPIM രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമ സുരേന്ദ്രൻ പറഞ്ഞു. 39 കോടിയിലധികം രൂപ മുതൽ മുടക്കി മലയോര ഹൈവേയുടെ ഭാഗമായ നിർമ്മാണം നടത്തിവരുന്ന എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധമടക്കം സംഘടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് CPI നേതൃത്വം പ്രതികരണവുമായി രംഗത്തെത്തിയത്. റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിൽ കരാറുകാരന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായത്. കരാറുകാരനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ റീടെൻഡർ നടത്തി വീണ്ടും നിർമ്മാണം ആരംഭിക്കാൻ താമസമുണ്ടാകുമെന്നതിനാൽ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തി നിലവിലുള്ള കരാറുകാരനെ കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും സുമാ സുരേന്ദ്രൻ പറഞ്ഞു. ടെർമിനേറ്റ് ചെയ്ത് വീണ്ടും മറ്റൊരാളെ ടെൻഡർ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു നടപടി വരുമ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേ വരാൻ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം നടപടി വേണ്ടാന്ന് വെച്ചുകൊണ്ട് വീണ്ടും ആ കരാറുകാരന് തന്നെ എടുത്തിരുന്ന കരാറുകാരന് തന്നെ പണി വേഗത്തിൽ ചെയ്തു തീർക്കുന്നുള്ള ഇടപെടൽ ആണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. തുക അനുവദിക്കുകയും ടെൻഡർ നൽകുവാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് ചില തൽപര കക്ഷികൾ റോഡ് ഉപരോധമടക്കം നടത്തി MLAയും സർക്കാരിനെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയെന്നും സുമാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.